ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ജാതകത്തിലെ ഗ്രഹനിലയിൽ മേടം രാശി മുതൽ മീനം രാശി വരെയുള്ള 12 രാശികളിൽ ബുധൻ നിൽക്കുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ബുധൻ ജനന സമയത്ത് ജാതകത്തിലെ ഗ്രഹനിലയിൽ മേടം രാശിയിൽ നിൽക്കുന്നു എങ്കിൽ ആ ജാതകൻ വിദ്യാഭ്യാസ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളെ നേരിടേണ്ടതായി വരും എന്നതാണ് മേടം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ്റെ ഒരു ഫലം. അതുപോലെ ഈ ജാതകർക്ക് ചൂതുകളി, മദ്യപാനം തുടങ്ങിയ കാര്യങ്ങളോട് നല്ല താല്പര്യമുള്ളവരായിരിക്കും. പൊതുവെ ഈ ജാതകർ കുലധർമ്മത്തിന് എതിരായി പെരുമാറുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ജാതകർ ഒരു കലഹപ്രിയർ ആയിരിക്കുകയും ചെയ്യും. അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും കൂടെ ഉള്ളവരുമായി എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ കലഹങ്ങൾ ഉണ്ടാകുക എന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നത് ഇവർക്ക് പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. ഈശ്വരഭക്തി എന്നത് ഇവർക്ക് തീരെ ഉണ്ടാകുകയുമില്ല. ധാരാളം ദുർഗുണങ്ങൾക്ക് ഇവർ വിധേയരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിത കാലം പുരോഗതിക്ക് വളരെയധികം തടസ്സങ്ങൾ വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ തരത്തിലുമുള്ള ദുഷ്ടബുദ്ധിത്തരവും ഈ ജാതകർക്ക് ഉണ്ടായിരിക്കും. അതായത് നേരെ വാ നേരെ പോ എന്നുള്ള യാതൊരുവിധ പ്രകൃതിയും ഒന്നും ഉണ്ടാകില്ല. ഗുണങ്ങൾ വളരെ കുറവുമായിരിക്കും. ഈ ജാതകർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നാലും ഇവർക്ക് മനോവിഷമം വളരെ അധികരിച്ചിരിക്കും എന്നതും മേടം രാശിയിൽ ബുധൻ്റെ സ്ഥിതി കൊണ്ട് ജാതകർക്ക് അനുഭവിക്കേണ്ടതായി വരും. മേടം രാശിയുടെ അധിപനായിട്ടുള്ള ചൊവ്വ ബുധനെ സംബന്ധിച്ച് സമൻ ആയിരുന്നാൽ പോലും ചൊവ്വയുമായി ബുധൻ്റെ ചേർച്ച ജാതകർക്ക് തീരെ നല്ലതായിരിക്കുകയില്ല എന്നതാണ്. അതായത് ചൊവ്വയുടെ രാശിയായ മേടം രാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ ജാതകർക്ക് ഫലങ്ങൾ അത്ര നല്ലതായിരിക്കുകയില്ല എന്നതാണ് പറഞ്ഞത്. അടുത്തത് ഇടവം രാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ ഈ ജാതകർക്ക് നല്ല ആയുസ്സും അതുപോലെ നല്ല ആരോഗ്യവും ജീവിതത്തിലുടനീളം സുഖവും ഒക്കെ ഉണ്ടാകും. അതുപോലെ വിദ്യാഭ്യാസ കാര്യത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും ഈ കാലത്ത്. അതായത് ഇടവൻ രാശിയിലാണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ, അതായത് ഇടവൻ രാശിയുടെ നാഥനായിട്ടുള്ള ശുക്രൻ ബുധൻ്റെ ബന്ധുഗ്രഹമാണ്. ആയതിനാൽ വിദ്യാഭ്യാസ കാര്യത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുക, അതുപോലെ തന്നിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ളതായ കടമകൾ നിർവഹിക്കുവാൻ നല്ല ഉത്സാഹം കാണിക്കുക,
അതുപോലെ മുതിർന്നവരെ ബഹുമാനിക്കുക, അന്യർക്ക് ഉപകാരങ്ങൾ ചെയ്യാൻ ഉള്ള മനസ്സുള്ളവൻ ആയിരിക്കുക, സകല കലകളിലും നന്നായി ശോഭിക്കുന്നവരും, അതുപോലെ ഇവർക്ക് സഹോദരങ്ങളിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പണ സമ്പാദനത്തിൽ നല്ല ശ്രദ്ധയുള്ളവരായിരിക്കും. അതുപോലെ സ്ത്രീജിതരായിരിക്കും, അതായത് സ്ത്രീകളെ ജയിക്കുന്നവരായിരിക്കും എന്നും ആചാര്യന്മാർ പറയുന്നുണ്ട്. മേൽപ്പറഞ്ഞവകളാണ് ഇടവം രാശിയിൽ ബുധൻ സ്ഥിതി ചെയ്യുമ്പോൾ ജാതകർക്ക് വന്ന് ചേരുന്ന പൊതുവായിട്ടുള്ള ഫലങ്ങൾ. അടുത്തത് മിഥുന രാശിയിൽ ബുധൻ സ്വക്ഷേത്രത്തിലായി ജാതകത്തിലെ ഗ്രഹനിലയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ജാതകൻ നല്ല ബുദ്ധികൂർമ്മത ഉള്ളവനായിരിക്കും. അതുപോലെ നല്ല വാക്ചാതുര്യം ഉള്ള ഒരു നല്ല വാഗ്മിയായിരിക്കും. അതായത് വാഗ്മി എന്ന് പറഞ്ഞാൽ പ്രാസംഗികൻ തുടങ്ങിയ അർത്ഥങ്ങൾ, അല്ലെങ്കിൽ നല്ല വാക്ചാതുര്യത്തോടു കൂടി സംസാരിക്കുന്നവൻ എന്ന കാര്യമാണ്. ഈ ജാതകർ ഒരേ സമയം 2 അമ്മമാരുടെ പരിലാളനകൾ അനുഭവിക്കുവാൻ യോഗമുള്ളവരാണ്. കലാരംഗത്ത് ഈ ജാതകർ സജീവമായ സാന്നിധ്യമായിരിക്കും. അതുപോലെ ജീവിതകാലം മുഴുവൻ സുഖകരമായിട്ടുള്ള ജീവിതം അനുഭവിക്കുവാൻ യോഗമുള്ളവരാണ് മിഥുന രാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകർ. അടുത്തത് കർക്കിടകം രാശിയിൽ ബുധൻ ജനന സമയത്ത് നിന്നാൽ ആ ജാതകർ വാചക വീരനാകും എന്നാണ്. അതായത് വാക്ചാതുര്യത്തിൽ അതുല്യനായിരിക്കും, അല്ലെങ്കിൽ വാക്സാമർത്ഥ്യം കൊണ്ട് അന്യരെ കീഴടക്കുന്നവൻ ആയിരിക്കും എന്നതാണ്. പ്രായമായവരോട് ബഹുമാനം കാണിക്കുകയും ചെയ്യും. പക്ഷേ കുടുംബത്തിലുള്ളവർ ആരും തന്നെ ഇവരെ തിരിച്ച് ബഹുമാനിക്കില്ല എന്നതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ആ തരത്തിലായിരിക്കും ഇവരുടെ പെരുമാറ്റങ്ങൾ എന്നാണ്, അല്ലെങ്കിൽ ഇവരുടെ സംസാര രീതി എന്നായിരിക്കും ആചാര്യന്മാർ ഉദ്ദേശിക്കുന്നത്. ഈ ജാതകർക്ക് വ്യാപാര രംഗത്ത് ഇവർ വലിയ നേട്ടങ്ങളുണ്ടാകും. അതായത് ഏതെങ്കിലും വ്യാപാരവുമായി ബന്ധപ്പെട്ടാണ് ഇവർ തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ജീവിതത്തിൽ വളരെ അത്യുന്നതമായ ഒരു പദവിയിലേക്ക് എത്തിപ്പെടുവാൻ സാധ്യതയുള്ള ഗ്രഹസ്ഥിതിയാണ് കർക്കിടകത്തിലെ ബുധൻ്റെ സ്ഥിതി. ജനിച്ച വീടും നാടും ഒക്കെ വെടിഞ്ഞ് അന്യദേശത്ത് താമസിക്കുവാനായിരിക്കും ഇവർ കൂടുതൽ ഇഷ്ടപ്പെടുക. സ്ത്രീകളുമായി നല്ല സഹവാസവും ഇവർക്ക് ഉണ്ടാകും. ഇവർ പ്രധാനമായും ജലം സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും തൊഴിലുകളിൽ ഏർപ്പെട്ട് ധാരാളമായി ധനം സമ്പാദിക്കുന്നവരാണ്. അടുത്തത് ചിങ്ങം രാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ ജാതകർ വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ല നേട്ടം ഈ ജാതകർക്ക് ഉണ്ടാകും. അതായത് ഇവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം ലഭ്യമാകും എന്നാണ്. ഈ ജാതകർ സ്ത്രീകളോട് അത്യാസക്തി ഉള്ളവരും എന്നാൽ അവരിൽ നിന്ന് വെറുപ്പ് സമ്പാദിക്കുന്നവരും ആയിരിക്കും. പൊതുവെ ഈ ജാതകർ
ഭാര്യയ്ക്ക് അധീനരായിരിക്കും എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ഇവർക്ക് സന്താനഭാഗ്യം തീരെ കുറവായിരിക്കും. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് വിരോധം സൂക്ഷിക്കുന്നവരും ആയിരിക്കും ഇവരിൽ മിക്കവരും. ഇവർക്ക് അജ്ഞാതരായിട്ടുള്ള ശത്രുക്കളുടെ ശല്യം ജീവിതത്തിൽ ഉണ്ടാകും എന്നതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ആരാണ് ശത്രുക്കൾ എന്ന് പോലും അറിയാത്ത ഒരു സ്ഥിതി ഇവർക്ക് വന്നു ചേരും എന്നതാണ് ഇവരുടെ പ്രത്യേകത. അടുത്തത് കന്നിരാശിയിൽ സ്വക്ഷേത്രത്തിലായിട്ട് ബുധൻ നിൽക്കുമ്പോൾ, ബുധൻ്റെ ഉച്ച രാശിയാണ് കന്നിരാശി. ഈ രാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകർ സ്വന്തം പരിശ്രമത്തിലൂടെ തന്നെ ജീവിതത്തിൽ മുന്നേറിക്കൊണ്ട് ഉയർന്ന പദവികളിൽ എത്തിച്ചേരുകയും ജീവിത വിജയം കൈവരിക്കുകയും ചെയ്യുന്നവരാണ് ഈ ജാതകർ. ഇവർക്ക് നല്ല വാക്സാമർഥ്യമുണ്ടാകും. ഉച്ച രാശിയായിട്ടുള്ള കന്നിയിൽ ബുധൻ നിൽക്കുന്ന സമയത്ത് ജനിക്കുന്ന ജാതകൻ നല്ല അറിവുകൾ നേടുന്നവരും, അതായത് ഉയർന്ന പാണ്ഡിത്യം ഉള്ളവരും, അതുപോലെ നല്ല ഉയർന്ന വിദ്യയും, അതായത് ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു തൊഴിൽ, അതാണ് വിദ്യ. അതുമൂലം സുഖവും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ധാരാളമായി കൈവരിക്കുന്നവരാണ് കന്നി രാശിയിലെ ബുധൻ്റെ സ്ഥിതി കൊണ്ട് ജനിക്കുന്ന ജാതകർ. അടുത്തത് തുലാം രാശിയിൽ ബുധൻ നിൽക്കുന്ന ജാതകർ. അതായത് തുലാം രാശി ബുധൻ്റെ ബന്ധു രാശിയാണ്. ഈ ജാതകർ ഗുരുജനങ്ങളെ നന്നായി സ്നേഹിക്കുകയും അതുപോലെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കും. ഇവർക്കും ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം നേടുന്നതിന് യോഗവും ഉണ്ടായിരിക്കും. നല്ല മനോബലവും അതുപോലെ ധാരാളം സൽഗുണങ്ങളും ഈ ജാതകർക്ക് ഉണ്ടാകുന്നവരാണ്. ആയുസ്സും ആരോഗ്യവും സുഖവും സമൃദ്ധിയും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ധാരാളമായി വന്ന് ചേരും. സാഹിത്യ രംഗത്ത് ഇവർക്ക് നല്ല പ്രാവീണ്യവും തൻ്റേതായ സംഭാവനകൾ നൽകുന്നതിനും യോഗമുള്ളവരാണ് ഈ ജാതകർ. നോവൽ, ചെറുകഥ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള സാഹിത്യ സമ്പാദനകളിൽ നല്ല യശസ്സും കീർത്തിയും ഒക്കെ ആ മേഖലയിൽ ഇവർക്ക് ലഭ്യമാകുകയും നല്ല ഭാര്യയും, അതായത് ഉത്തമയായിട്ടുള്ള ഭാര്യയും നല്ല സന്താനങ്ങളും ഒക്കെ ഈ ജാതകർക്ക് ഉണ്ടാകും എന്നതാണ്. അടുത്തത് വൃശ്ചിക രാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകർ പൊതുവെ ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നവരും നീച സ്ത്രീകളുമായി സഹവാസം ചെയ്ത് ധനമൊക്കെ ദൂർത്തടിച്ച് കളയുന്നവരും മദ്യപാനവും ചൂതാട്ടവും ഒന്നും ധാരാളമായി, അതായത് മദ്യപാനവും ചൂതാട്ടവും ഒക്കെ ആ തരത്തിലുള്ള വിനോദങ്ങളിൽ ധാരാളമായി ഏർപ്പെടുകയും അതുവഴി ധനനാശത്തിന് ഇടവരികയും ചെയ്യുന്നവരാണ്. ഇവർക്ക് ദൈവഭയം തീരെ ഉണ്ടാകുകയില്ല, അതായത് ഈശ്വരവിശ്വാസം എന്നത് ഉണ്ടാവില്ല എന്നതാണ്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ
പലപ്പോഴും വിദ്യാഭ്യാസത്തിന് ഇവർക്ക് തടസ്സങ്ങൾ വന്ന് ചേരും. യന്ത്രം തുടങ്ങിയ, അതായത് യന്ത്രസംബന്ധമായ അല്ലെങ്കിൽ ലോഹ സംബന്ധമായ തൊഴിലുകളായിരിക്കും ഇവർ ചെയ്യുന്നത്. ഈ ജാതകൻ്റെ ഇളയ സഹോദരനും, അതായത് ഇയാൾക്ക് ഇളയതായി സഹോദരങ്ങൾ ഉണ്ടായിരുന്നാൽ ആ സഹോദരങ്ങളും അവസരവാദിയായി പോകും എന്നതാണ് വൃശ്ചിക രാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ ജാതകർക്ക് വന്ന് ചേരുന്ന ഫലങ്ങൾ. മേടം രാശിയും വൃശ്ചിക രാശിയും രണ്ടും ചൊവ്വയുടെ രാശികളാണ്. പക്ഷേ ബുധൻ ഈ രണ്ട് രാശികളിലും നിൽക്കുമ്പോൾ ജാതകർക്ക് നല്ല കാര്യങ്ങളല്ല ബുധൻ സംഭാവന ചെയ്യുന്നത്. രണ്ട് രാശികളിലും ബുധൻ നീച പ്രവൃത്തികൾ ചെയ്യുന്ന സ്വഭാവക്കാരനായി ജാതകനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അടുത്തത് ധനു രാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ ആ ജാതകർ സർക്കാർ സംബന്ധമായിട്ടുള്ള ഉന്നതമായ പദവികൾ വഹിക്കുന്നവരായിരിക്കും എന്നതാണ്. അതായത് വളരെ വലിയ ജോലി ലഭ്യമാകുവാൻ സാധ്യതയുള്ളവരാണ് എന്ന് അർത്ഥം ബുധൻ്റെ ധനു രാശിയിലെ സ്ഥിതി. സർക്കാർ ജോലി ലഭിക്കുവാൻ യോഗമുള്ള ഗ്രഹസ്ഥിതിയാണ് എന്നാണ്. ഇവർക്ക് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നതിനും നല്ല കഴിവുള്ളവരായിരിക്കും. അതുപോലെ അന്യർക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുന്നതിനും ഇവർക്ക് കഴിയും. നല്ല സേവന മനസ്ഥിതിയുള്ള ഈ ജാതകർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും മനസ്സ് കാണിക്കുന്നവരാണ്. സ്വന്തം കുലത്തിൻ്റെ അധിപനായി മാറാനുള്ള യോഗവും ഈ ജാതകർക്ക് ഉണ്ട്. ഇവർക്ക് നല്ല അനുയോജ്യയായ ഉത്തമയായ ഭാര്യ ആയിരിക്കും ഇവർക്ക് ജീവിതത്തിൽ വന്ന് ചേരുന്നത്. അടുത്തത് മകരം രാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകർ സദാ ആകുല ചിന്തയുള്ളവരും ശത്രുക്കളുടെ ശല്യങ്ങൾ നിമിത്തം നിരന്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും ആയിരിക്കും. ജീവിതത്തിൽ എത്ര കഠിനമായി പരിശ്രമിച്ചാലും ഇവർക്ക് കിട്ടുന്ന പ്രതിഫലം കുറവായിരിക്കും. അധിക ചെലവ് നിമിത്തം വരവും ചെലവും തമ്മിൽ പൊരുത്തപ്പെടാതെ എല്ലാ കാലത്തും ഇവർക്ക് വിഷമിക്കേണ്ടതായും വരും. അതുകൊണ്ട് സാമ്പത്തികമായ ബാധ്യതകളിൽപ്പെട്ട് ജീവിതത്തിൽ നട്ടം തിരിയാനുള്ള ഒരുപാട് സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരും. ഈ ജാതകർ പൊതുവെ ശില്പവിദ്യയിൽ നല്ല അറിവ് നേടുന്നവർ ആയിരിക്കും. ഇതാണ് ശനിയുടെ രാശിയായ മകരം രാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ ഫലം. അടുത്തത് ശനിയുടെ തന്നെ രാശിയായ കുംഭം രാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ ജാതകർക്ക് വന്നു ചേരുന്ന ഫലങ്ങൾ: ജീവിതത്തിൽ പുരോഗതിക്ക് തടസ്സങ്ങൾ ഉണ്ടാകുക എന്നതും, ജീവിതകാലം മുഴുവൻ ഒരു ഭൃത്യനായി, അതായത് അന്യൻ്റെ ദാസനായി ജോലി ചെയ്ത് അതുവഴി ജീവിത മാർഗങ്ങൾ കണ്ടെത്തേണ്ടി വരും എന്നതും, എല്ലാ കാലത്തും ഇവർക്ക് മനോവിഷമങ്ങൾ അധികരിച്ചിരിക്കും എന്നതും, സ്വന്തം വീട്ടിൽ കലഹങ്ങൾ സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നതും കുംഭം രാശിയിലെ ബുധൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ ഈ ജാതകൻ്റെ ഇളയ സഹോദരൻ ഉന്നതമായ നിലയിൽ എത്തിച്ചേരുകയും ചെയ്യും. ഇതാണ് ശനിയുടെ രണ്ടാമത്തെ രാശിയായ കുംഭം രാശിയിൽ
ബുധൻ നിൽക്കുമ്പോൾ ജാതകർക്ക് വന്ന് ചേരുന്ന ഫലങ്ങൾ. അടുത്തത് മീനം രാശിയിൽ ബുധൻ നിൽക്കുന്ന സമയത്ത്, അതായത് മീനം രാശി ബുധൻ്റെ നീച രാശിയാണ്. ഈ രാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ ജാതകൻ അന്യൻ്റെ ധനം ആഗ്രഹിക്കുന്നവരും അതുപോലെ അന്യന്മാരുടെ ധനം കാത്ത് സംരക്ഷിക്കുന്നവരും, ഉന്നത വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിടുന്നവരും ആയിരിക്കും. ഇവർ ഒരു കാലത്തും സ്വന്തം തൊഴിലിൽ വിജയിക്കുകയില്ല. അതായത് ഇവർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ അനുയോജ്യമല്ല എന്നാണ് പറയുന്നത്. അന്യരുമായി സഹകരിച്ച് മുന്നേറാനുള്ള ഒരു യോഗവും ഈ ജാതകർക്ക് ഉണ്ട്. മേൽ പറഞ്ഞവകളാണ് ബുധൻ മേടം രാശി മുതൽ മീനം രാശി വരെയുള്ള 12 രാശികളിലും ജനന സമയത്ത് നിൽക്കുമ്പോൾ ജാതകർക്ക് വന്ന് ചേരുന്ന ഫലങ്ങൾ. വീഡിയോ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും 9625232894 എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.